ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 23ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസീവ് വോയിസ് പഠിച്ചു അല്ലേ? പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും എന്താണെന്ന് പഠിച്ചു അല്ലേ? ആക്റ്റീവ് വോയിസ് എന്താ? നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അതിന് ആക്റ്റീവ് വോയിസ് എന്നും, ഓബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പാസീവ് വോയിസ് എന്ന് പറയുമെന്ന് നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ 3 റൂൾസും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 3 റൂൾസ് എന്തൊക്കെയായിരുന്നു? ആദ്യം പഠിച്ചത് ഒരു ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിനെ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഓബ്ജക്റ്റ് വേണം. അതായത് ഓബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ ഓബ്ജക്റ്റ് വേണമല്ലോ. അപ്പം ഓബ്ജക്റ്റ് വേണം നമ്മൾ പഠിച്ചു. പാസീവ് വോയിസ് ആക്കണമെങ്കിൽ, ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലോട്ട് ആക്കണമെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റ് വേണം. രണ്ടാമത്തെ കാര്യം എന്താ? എന്നിട്ട് സബ്ജക്റ്റിന് മുന്നേ നമ്മൾ ഓബ്ജക്റ്റ് എഴുതി ലാസ്റ്റ് സബ്ജക്റ്റിന് മുന്നേ നമ്മൾ ബൈ ചേർക്കുമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്താ പഠിച്ചാൽ സബ്ജക്റ്റീവ് പ്രോനൗൺ നമ്മൾ ഓബ്ജക്റ്റീവ് പ്രോനൗൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും ബൈ കഴിഞ്ഞിട്ട്. ക്ലിയർ ആണല്ലോ? ഈ 3 കാര്യങ്ങളും നമ്മൾ പഠിച്ചു. എന്നിട്ട് നമ്മൾ ടെൻസ് തുടങ്ങിയല്ലേ? ടെൻസസിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ തുടങ്ങി. അപ്പം ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് നോക്കൂ. ആക്റ്റീവ് എന്നിട്ട് നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആക്റ്റീവിൽ രാമ കിൽഡ് രാവണ, അതിൻ്റെ മലയാളം എന്തായിരുന്നു? രാമൻ രാവണനെ കൊന്നു. ക്ലിയർ ആണല്ലോ? ഇനി പാസീവിൽ രാവണ വാസ് കിൽഡ് ബൈ രാമ. ഇതിനകത്ത് ഞാൻ അന്ന് മലയാളം പറഞ്ഞപ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് മനസ്സിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. രാവണ വാസ് കിൽഡ് ബൈ രാമയുടെ കറക്റ്റ് മലയാളം അർത്ഥം എന്ന് പറഞ്ഞാൽ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ഒന്നും കൂടെ പറയാം. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. ക്ലിയർ ആണോ? അതായത് രാമ കിൽഡ് രാവണ എന്ന് പറഞ്ഞാൽ രാമൻ രാവണനെ കൊന്നു, അല്ലെങ്കിൽ രാമൻ രാവണനെ വധിച്ചു. രാവണ വാസ് കിൽഡ് ബൈ രാമ എന്ന് പറഞ്ഞാൽ രാവണൻ രാമനാൽ വധിക്കപ്പെട്ടു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലേ? ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ മീ. ഇത് കണ്ടോ? ഞാൻ പറഞ്ഞല്ലേ ഐ എങ്ങനെ മാറും? മീ ആയിട്ട് മാറും. സബ്ജക്റ്റീവ് പ്രോനൗൺ ഓബ്ജക്റ്റീവ് പ്രോനൗൺ ആവും എന്ന് പറഞ്ഞത് ഇവിടെയാണ്. അതൊന്നും കൂടെ നോക്കിയുള്ളൂ. ബൈയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം രാമയ്ക്ക് മുന്നേ ഇവിടെ ബൈ വന്നു, കിൽഡ് കഴിഞ്ഞിട്ട് ഇവിടെ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ മീ വന്നു ബൈ കഴിഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ മലയാള അർത്ഥം എന്ത് വരും? ക്രിക്കറ്റ് എന്നാൽ കളിക്കപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും വെർബിൻ്റെ 3ാമത്തെ രൂപം V3 മാത്രമേ വരത്തുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചതാ, ഒന്നും കൂടെ പറഞ്ഞു പോവാം. ഐ സ്റ്റഡി ഇംഗ്ലീഷ്. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് ഓൺ പ്ലസ് ഓബ്ജക്റ്റ്. ഐ റൈറ്റ് എ നോവൽ, ഞാനൊരു നോവൽ എഴുതുന്നു. ഹി റീഡ്സ് സം നോവൽസ്, അദ്ദേഹം കുറച്ച് നോവലുകൾ വായിക്കുന്നു. ഓബ്ജക്റ്റ് പാസീവ് വോയിസിൽ എങ്ങനെ വരും? ഇവിടെ നോക്കൂ. ആം ഈസ് ആർ, നമ്മൾ ഡു ഓർ ഡസിന് പകരം സ്ഥലത്ത് ആം ഈസ് ആർ വരും. പിന്നെ ആദ്യം ഓബ്ജക്റ്റിനടുത്ത് നമ്മളിവിടെ ആദ്യം എഴുതും. ഓബ്ജക്റ്റ് ഇവിടെ വെക്കും, പിന്നെ ആം ഈസ് ആർ വെക്കും, പിന്നെ V3 എല്ലാത്തിലും V3 തന്നെയാണ്. എന്ത് വന്നാലും V3 വരും. ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് നമ്മൾ കണ്ടിന്യൂസിനകത്ത് ആം ഈസ് ആർ വരത്തില്ല. ആം ഈസ് ആർ ഡു ഡസിന് പകരം വരും. പിന്നെ ഓബ്ജക്റ്റ് ഇവിടെ വരും, പിന്നെ ഒരു ബൈ എക്സ്ട്രാ വരും. ബൈ പ്ലസ് സബ്ജക്റ്റ് V3. ക്ലിയർ ആണല്ലോ? V3 മറക്കരുത്. എ നോവൽ ഈസ് റിട്ടൺ ബൈ മീ. ഇവിടെ നോക്കൂ. എ നോവൽ ഈസ് റിട്ടൺ ബൈ മീ. ഒരു നോവൽ എന്നാൽ എഴുതപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? സം നോവൽസ് ആർ റീഡ് ബൈ ഹിം. ഇവിടെ നോക്കൂ. നോവൽസ്, സം നോവൽസ് ആദ്യം എഴുതി, പിന്നെ ആറ് ഇവിടെ. എന്താ സം നോവൽസിൻ്റെ കൂടെ എന്താ വരിക? ആറേ വരത്തുള്ളൂ അല്ലേ? ആറല്ലേ വരത്തുള്ളൂ. ഈസ് നമ്മളിവിടെ എഴുതാൻ പറ്റില്ല. നമ്മളിവിടെ ഓബ്ജക്റ്റ് എടുത്ത് എഴുതുന്ന ഓബ്ജക്റ്റിനനുസരിച്ച് വേണം ഇവിടെ വെർബ് കൊടുക്കാൻ. ഓക്സിലറി വെർബും വെർബ്സും കൊടുക്കാനാവുന്നത്. ഇവിടെ എന്തായാലും ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം സം നോവൽസ് ആർ റീഡ് ബൈ ഹിം. ക്ലിയർ ആണല്ലോ? എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് നോവലുകൾ അദ്ദേഹത്താൽ വായിക്കപ്പെടുന്നു. ക്ലിയർ ആണല്ലോ? ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്.
സബ്ജക്റ്റ് ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ing പ്ലസ് ഓബ്ജക്റ്റ്. അത് നോക്കൂ, അവിടെ ആം ഈസ് ആർ വന്നിട്ട് V3 ആണ് വരുന്നത്. ഇവിടെ വി പ്ലസ് ing വന്ന കണ്ടിന്യൂസും നമ്മളൊരു സെൻറ്റൻസ് കാണുമ്പം വെർബ് പ്ലസ് ing വരുമ്പം നമ്മൾ ആം ഈസ് ആർ കഴിഞ്ഞിട്ട് വെർബ് പ്ലസ് ing വരുവാണെങ്കിൽ കണ്ടിന്യൂസും, ആം ഈസ് ആർ കഴിഞ്ഞിട്ട് V3 വരുവാണെങ്കിൽ നമുക്ക് എന്തും പറയാൻ പറ്റും, പാസീവ് വോയിസ് ആണെന്നും നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പാസീവ് വോയിസിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, ബൈ കൂടെ വരും. ക്ലിയർ ആണല്ലോ? ഇനി ഐ ആം റൈറ്റിംഗ് എ നോവൽ, ഹി ഈസ് റീഡിങ് സം നോവൽസ്. നോക്കൂ, യു ആർ റൈറ്റിംഗ് എ നോവൽ. പാസീവ് വോയിസിൽ ഓബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ, ഇവിടെ ചേഞ്ചസ് ഇല്ല, ആം ഈസ് ആർ തന്നെ വരും, പ്ലസ് ഒരു ബീയിങ് കൂടെ. ing ഉണ്ടല്ലോ, ingക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബീയിങ് കൊടുക്കും. ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ ആണോ? ഇനി എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ. അതിൻ്റെ അർത്ഥം എന്താ? എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ മീ എന്ന് പറഞ്ഞാൽ ഒരു നോവൽ എന്നാൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സം നോവൽസ് ആർ ബീയിങ് റെഡ് ബൈ ഹിം. കുറച്ച് നോവൽസ് അദ്ദേഹത്താൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? എ നോവൽ ഈസ് ബീയിങ് റിട്ടൺ ബൈ യു. നോക്കൂ, ഒരു നോവൽ നിങ്ങളാൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് എൻ്റെ മലയാളം മീനിങ് വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്, അല്ലേ? ഇവിടെ നോക്കൂ, എന്താ വരിക? ഐ ഹാവ് റിട്ടൺ എ നോവൽ, ഹി ഹാസ് റീഡ് സം നോവൽസ്. ഇവിടെ നമ്മൾ ഓബ്ജക്റ്റ് ആദ്യം എടുക്കും. എല്ലായ്പ്പോഴും നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഓബ്ജക്റ്റ് ആദ്യം എഴുതും. എന്നിട്ട് ഇവിടെ ബാക്കി എല്ലാത്തിനും സെയിം തന്നെ വരും. ഹാസ് ഓർ ഹാവ് വരും, പ്ലസ് ബീൻ വരും. ബീൻ നമ്മൾ സെയിം ആയിരിക്കും. ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. സം നോവൽസ് ഹാവ് ബീൻ റീഡ് ബൈ ഹിം. ഇവിടെ നോക്കൂ, എ നോവൽ ഹാസ് ബീൻ എന്നിട്ടെന്താ? V3. ബീൻ ഹാസ് കഴിഞ്ഞിട്ട് ഒരു ബീന് കൊടുത്തു, പിന്നെ ഒരു റിട്ടൺ ബൈ മീ. അപ്പം ഇത് രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഒന്ന് ഹാസ് അല്ലെങ്കിൽ ഹാവ് റിട്ടണും, അല്ലെങ്കിൽ ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ബീൻ റിട്ടൺ. ഇത് രണ്ടും വന്നാൽ V3 വന്നാൽ നമുക്ക് പാസീവ് വോയിസ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? സം നോവൽസ് ഹാവ് ബീൻ റെഡ് ബൈ ഹിം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സിമ്പിൾ പാസ്റ്റ്. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ആക്റ്റീവിൽ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണോ? ഐ റോട്ട് എ നോവൽ. ഞാനൊരു നോവൽ എഴുതി. ഹി റീഡ് സം നോവൽസ്. അദ്ദേഹം കുറച്ച് നോവൽ വായിച്ചു. ഓബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. നമ്മൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം വിട്ടു, അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് നമ്മൾ എന്താ പറയാതെ? അത് നമ്മൾ ഇതിൽ പാസീവ് വോയിസിൽ പറയത്തില്ല. ക്ലിയർ ആണല്ലോ? ഓബ്ജക്റ്റ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് 3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, എ നോവൽ വാസ് റിട്ടൺ ബൈ മീ. ഒരു നോവൽ എന്നാൽ എഴുതപ്പെട്ടു. ഇവിടുത്തെ മീനിങ് അങ്ങനെയാണ് വരുന്നത്. ഐ റോട്ട് എ നോവൽ. ഞാനൊരു നോവൽ എഴുതി. പക്ഷെ മീനിങ് കറക്റ്റാണ് കേട്ടോ. മലയാളത്തിൽ പറയുമ്പോഴും ഇതിൽ പറയുമ്പോഴും പാസീവ് വോയിസ് ആണെങ്കിലും ആക്റ്റീവ് വോയിസ് ആണെങ്കിലും മീനിങ് കറക്റ്റാണ്. നമ്മൾ ഇമ്പോർട്ടൻസ് മാത്രമേ മാറി വരുന്നുള്ളൂ. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മറ്റത് എന്താ? പാസീവ് വോയിസിലാണെങ്കിൽ നമ്മൾ ഓബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഇവിടെ നോക്കൂ, ഐ റോട്ട് എ നോവൽ. ഞാൻ ഒരു നോവൽ എഴുതി. അപ്പോൾ ഇവിടെ എനിക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ എ നോവൽ വാസ് റിട്ടൺ ബൈ മീ എന്ന് പറഞ്ഞാൽ ഒരു നോവൽ എന്നാൽ എഴുതപ്പെട്ടു. അതായത് ഇവിടെ എ നോവലിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ വ്യത്യാസം. മീനിങ് ഒക്കെ കറക്റ്റാണ്. നമ്മൾ പറയുമ്പം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാലും മീനിങ് കറക്റ്റ് അല്ലേ വരുന്നത്? സെയിം അല്ലേ? സെയിം ആണ് മീനിങ് കേട്ടോ. ഇനി സം നോവൽസ് വെയർ റെഡ് ബൈ ഹിം. ഇവിടെ നോക്കൂ, സം നോവൽസ് ആദ്യം എഴുതി, വെയർ ആദ്യം എടുത്തു, വാസ് ഓർ വെയർ, അല്ലേ? വെയർ ആദ്യം എടുത്തു, പിന്നെ റെഡ് ബൈ ഹിം. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് സ്റ്റഡിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? പഠിക്കുകയായിരുന്നു. ഞാൻ ഇംഗ്ലീഷ്
പഠിക്കുകയായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഇത് നമുക്കറിയാം അല്ലേ? സബ്ജക്റ്റ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING വരുമ്പം എന്ത് വരും? കണ്ടിന്യൂസ്. ഐ വാസ് റൈറ്റിംഗ് എ നോവൽ. ഞാനൊരു നോവൽ എഴുതുകയായിരുന്നു. നോക്കൂ, യു വെയർ റീഡിങ് സം നോവൽസ്. നിങ്ങൾ കുറച്ച് നോവലുകൾ വായിക്കുകയായിരുന്നു. ഇവിടെ നോക്കൂ, ഓബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ. ഓബ്ജക്റ്റ് ആദ്യം വരുമെന്ന് നമുക്കറിയാം. വാസ് ഓർ വെയർ ആദ്യം, എന്നിട്ട് അതിനകത്ത് ചേർക്കുക. അതിനൊപ്പം നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പഠിച്ച പോലെ തന്നെ ഒരു ബീയിങ് ചേർക്കുക. അപ്പോൾ കണ്ടിന്യൂസിൽ നമ്മൾ പാസീവ് വോയിസ് ആക്കുമ്പോൾ ബീയിങ് വരും. അത് കഴിഞ്ഞിട്ട് ഒരു V3 കൊടുക്കുക. കഴിഞ്ഞു. പിന്നെ V3 കഴിഞ്ഞിട്ട് എല്ലാ സെൻറ്റൻസിലും ബൈ വരും. ബൈ കൊടുക്കുക. ബൈ വരാത്ത സെൻറ്റൻസ് ഉണ്ട്, അത് ഞാൻ പിന്നെ പഠിപ്പിക്കാം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ബൈ വരും, അത് കഴിഞ്ഞിട്ട് എല്ലായ്പ്പോഴും ബൈ വരും, പ്ലസ് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് ഇവിടെ വരും. അത് പിന്നെ സബ്ജക്റ്റീവ് പ്രോനൗൺ ഓബ്ജക്റ്റീവ് പ്രോനൗൺ ആവും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊന്ന് ഓർത്തോണം. ക്ലിയർ ആണല്ലോ? എ നോവൽ വാസ് ബീയിങ് റിട്ടൺ ബൈ മീ. ഒരു നോവൽ എന്നാൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയേ ഉള്ളൂ. വലിയ വ്യത്യാസം, ഈസിയാണ് കേട്ടോ. ഇവിടെ നോക്കൂ, ഈ നോവൽ ആദ്യം എഴുതി, നമ്മൾ ഇതനുസരിച്ച്, അതായത് ഓബ്ജക്റ്റ് ആദ്യം എടുത്ത് ഇവിടെ എഴുതുന്നു, പിന്നെ വാസ് അല്ലെങ്കിൽ വേർ. ഈ നോവലിൻ്റെ കൂടെ എന്താ വരിക? വാസ് വരും. വാസ് എഴുതി, പിന്നെ ബീയിങ് നമ്മൾ ചേർക്കണം. പാസീവ് വോയിസ് ആക്കണമെങ്കിൽ കണ്ടിന്യൂസിന്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെങ്കിലും നമ്മൾ ബീയിങ് ചേർക്കും. അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലും ബീയിങ് ചേർക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിട്ടൺ V3 അല്ലേ? V3 റൈറ്റ് റോട്ട് റിട്ടൺ എഴുതി ബൈ ഐ നമുക്ക് എന്തായി കൺവേർട്ട് ആവും? മീ ആവും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അടുത്ത സെൻറ്റൻസ് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. യു വെയർ റീഡിങ് സം നോവൽസ്. ഇവിടെ നോക്കൂ, യു വെയർ റീഡിങ് സം നോവൽസ്. ഇതിനകത്ത് ആദ്യം നമ്മൾ എന്ത് എഴുതണം? സം നോവൽസ് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? സം നോവൽസിൻ്റെ കൂടെ വാസ് ആണോ വേർ ആണോ വരിക? വേർ അല്ലേ? സം നോവൽസ് വേർ. പിന്നെ എന്താ വരിക? റീഡിങ്ങിൻ്റെ V3 എന്താ? റീഡ് അല്ലേ? റീഡ് തന്നെയാണ്. പക്ഷെ അതിന് മുന്നേ നമ്മൾ കണ്ടിന്യൂസിനകത്ത് ബീയിങ് ചേർക്കണം. സം നോവൽസ് വേർ ബീയിങ് റീഡ്. എന്നിട്ട് എന്താ? V3 കഴിഞ്ഞിട്ട് ബൈ യു ആണ്. യുവിൻ്റെ ഓബ്ജക്റ്റീവ് പ്രോണൗൺ എന്ത് തന്നെയാണ്? യു തന്നെയാണ്. അപ്പം നമ്മൾ എന്തെഴുതണം? സം നോവൽസ് വേർ ബീയിങ് റീഡ് ബൈ മീ. ക്ലിയർ ആണോ? സം നോവൽസ് വേർ ബീയിങ് റീഡ് ബൈ, സോറി, മീ അല്ല, യു ആണ്. യു തന്നെയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പാസ്റ്റ് പെർഫെക്റ്റിൽ ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, ആക്റ്റീവിൽ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. സിമ്പിളാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഐ ഹാഡ് റിട്ടൺ എ നോവൽ. ഹി ഹാഡ് റീഡ് സം നോവൽസ്. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് നോവലുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാസീവ് വോയിസിൻ്റെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? റൂൾ എന്തായിരിക്കും വരിക പാസീവ് വോയിസിൽ? നമ്മൾ ഓബ്ജക്റ്റിന് ആദ്യം എഴുതണമെന്ന് പഠിച്ചു. പിന്നെ എന്താ? ഇവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ എന്താണെന്ന് പറഞ്ഞാൽ ഹാസ് ഓർ ഹാവ് അല്ലേ? ഇവിടെ നമ്മൾ ഹാഡ് എഴുതും അല്ലേ? ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ ഹാഡ് എഴുതും. അപ്പോൾ ഓബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പിന്നെ എന്താ വരിക? പിന്നെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ആഡ് ചെയ്ത്? ബീൻ അല്ലേ? പെർഫെക്റ്റിനകത്ത് ബീൻ വരണം. കണ്ടിന്യൂസിനകത്ത് ബീയിങ്ങും പെർഫെക്റ്റിനകത്ത് ബീനും വരണം. ബീൻ ചേർത്തു. പിന്നെ എന്താ വരിക? V3 വരും. അത് കഴിഞ്ഞിട്ട് കോമൺ ആണ്, ബൈ എല്ലാത്തിലും വരും. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. ക്ലിയർ അല്ലേ? നോക്കൂ, ഓബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഈ സെൻറ്റൻസിനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്താ? എ നോവൽ. ഐ ഹാഡ് റിട്ടൺ എ നോവലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എ നോവലിനോട് ഹാഡ്. ഇവിടെ ഹാഡും ഹാസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹാഡേ വരത്തുള്ളൂ. ഹാഡ് ബീൻ വരും. ബീൻ പ്ലസ് V3 എന്താ? റിട്ടേണിൻ്റെ V3 തന്നെയാണ് ഇവിടെ. അപ്പോൾ റിട്ടൺ ബൈ ഐ എന്താവും? മീ ആവും. നോക്കൂ, എ നോവൽ ഹാഡ് ബീൻ റിട്ടൺ ബൈ മീ. അടുത്തത് നമ്മൾ പറഞ്ഞു നോക്കാം. സം നോവൽസ് ഹാഡ് ബീൻ റീഡ് ബൈ ഹി എന്താവും? ഹിം ആവും. ക്ലിയർ അല്ലേ? സം നോവൽസ് ഹാഡ് ബീൻ റീഡ് ബൈ ഹിം. നോക്കൂ, പാസ്റ്റ് പെർഫെക്റ്റ് കഴിഞ്ഞു. ഇനി സിമ്പിൾ ഫ്യൂച്ചർ. ഇവിടെയും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല. ഇനി നോക്കൂ, സിമ്പിൾ ഫ്യൂച്ചറാണ്. സിമ്പിൾ ഫ്യൂച്ചറിനകത്ത് എന്താ? ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കും. ക്ലിയർ ആണോ?
ആക്റ്റീവ് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നമ്മൾ എന്താ വില്ല് ചേർത്താൽ മതി. വില്ല് ചേർത്തിട്ട് സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. നോക്കൂ, അല്ല ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. അതുപോലെ ഐ വിൽ റൈറ്റ് എ നോവൽ, ഞാനൊരു നോവൽ എഴുതും. ഹി വിൽ റീഡ് സം നോവൽസ്, അദ്ദേഹം കുറച്ച് നോവലുകൾ വായിക്കും. നോക്കൂ, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഇതിനെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാൽ എന്താ, ഇവിടെ ഓബ്ജക്റ്റ് ആദ്യം എടുത്ത് എഴുതുക. നമ്മൾ ആദ്യം എന്തായാലും ഓബ്ജക്റ്റ് എടുക്കുകയുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ വരിക, ഇവിടെ വില്ല് തന്നെ വരും. അത് കഴിഞ്ഞിട്ട് വില്ല് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം ചേർക്കേണ്ടേ, നമ്മൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റിലും സിമ്പിൾ പ്രസന്റിലും നമ്മൾ ആമീസാറും വോസ് വെയറും എടുത്തു അല്ലേ. സിമ്പിൾ പ്രസന്റിൽ ആമീസാറും സിമ്പിൾ പാസ്റ്റിൽ വോസ് വെയറും എടുത്തിട്ടുണ്ടായിരുന്നു പാസീവ് വോയിസ് എഴുതുമ്പോൾ. ഇവിടെ നമ്മൾ എന്താ എടുക്കേണ്ടത്, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വില്ല് അതുപോലെ എഴുതുക, ഒരു ബി കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂസിൽ ബീയിങ് ചേർത്തു, പെർഫെക്റ്റിനകത്ത് ബീം ചേർത്തു, സിമ്പിൾ ഫ്യൂച്ചറിനകത്ത് ബി ചേർക്കും. സിമ്പിൾ ഫ്യൂച്ചറിനകത്ത് ബി മനസ്സിലായല്ലോ. ഇതിനകത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റിനകത്ത് നമ്മൾ ബീം ചേർക്കും. പക്ഷെ ഇവിടെ വില്ല് കഴിഞ്ഞിട്ട് ഒരു ബി ചേർക്കുക, പ്ലസ് V3 വരത്തുള്ളൂ. V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. നോക്കൂ, ഓബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കിക്കൂടെ? നമുക്കറിയാമല്ലോ, പാസീവ് വോയിസിലോട്ട് മാറ്റി നോക്കിക്കൂടെ? നമുക്ക് എന്ത് ചെയ്യണം, ഐ വിൽ റൈറ്റ് എ നോവലിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? എ നോവൽ, ആദ്യം നമ്മളൊരു എ നോവൽ എഴുതും. അത് കഴിഞ്ഞിട്ട് എന്ത് എഴുതണം, വിൽ പ്ലസ് ബി. എ നോവൽ വിൽ ബി എ വരത്തുള്ളൂ അല്ലേ, വിൽ മാത്രമേ ഉള്ളൂ, അപ്പോൾ വിൽ ബി എ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ വേണം, റൈറ്റിൻ്റെ തേർഡ് ഫോം, റൈറ്റ് റോട്ട് റിട്ടൺ. അപ്പം റിട്ടൺ പ്ലസ് ബൈ പ്ലസ് ഐക്ക് എന്ത് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മീയിലോട്ട് കൺവേർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പം എന്താ പറയുക, എ നോവൽ വിൽ ബി റിട്ടൺ ബൈ മീ. നോക്കൂ, എ നോവൽ വിൽ ബി റിട്ടൺ ബൈ മീ. ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് എഴുതിക്കൂടെ, സം നോവൽസ്, അത് വിൽ ബി തന്നെയല്ലേ വരത്തുള്ളൂ, ചേഞ്ചസ് വരത്തില്ലല്ലോ. അപ്പോൾ വിൽ ബി റീഡ് ബൈ എന്താ പറയുക, ഹിം ആവും. സം നോവൽസ് വിൽ ബി റീഡ് ബൈ ഹിം. ക്ലിയർ ആയോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചറിൽ പറയുന്ന കാര്യം അല്ലേ. നോക്കൂ, ആക്റ്റീവിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഐ വിൽ ഹാവ് റിട്ടൺ എ നോവൽ, ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താ, യു വിൽ ഹാവ് റീഡ് സം നോവൽസ്, നിങ്ങൾ കുറച്ച് നോവൽ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ റൂൾ എന്ത് വരും, നമ്മൾ പ്രസന്റ് ടെൻസിൽ എന്താ പഠിച്ചേ, പ്രസന്റ് പെർഫെക്റ്റിനകത്ത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാവ് കഴിഞ്ഞിട്ട് ബീൻ പഠിച്ചു പ്ലസ് V3. ഇവിടെ നമ്മൾ അതിനിടയ്ക്ക് സബ്ജക്റ്റ് അല്ല ഓബ്ജക്റ്റ് ആണ്, ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് കൊടുക്കണം, ഒരു വില്ലും കൂടെ കൊടുത്താൽ മതി. വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ എന്താവും, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. നോക്കൂ, എ നോവൽ വിൽ ഹാവ് ബീൻ റിട്ടൺ ബൈ മീ. അടുത്തത് നിങ്ങൾ എഴുതി നോക്കൂ, യു വിൽ ഹാവ് റീഡ് സം നോവൽസ്. സം നോവൽസ് എന്താ എഴുതണം, ഓബ്ജക്റ്റ് ആദ്യം അല്ലേ. സം നോവൽസ് വിൽ ഹാവ് ബീൻ റീഡിൻ്റെ V3 എന്താ, റീഡ് തന്നെയാണ്. ബൈ യു ചേഞ്ച് ആവുമോ? ചേഞ്ച് ആവത്തില്ല, ബൈ യു തന്നെ വരും. അപ്പം സം നോവൽസ് വിൽ ഹാവ് ബീൻ റീഡ് ബൈ ഹിം. അപ്പം നമ്മൾ ഇന്നത്തേന് ഇവിടെ നിർത്താം. ഇനി നമുക്ക് എന്തൊക്കെയുള്ളത്, കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസും നമ്മൾ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കണം. പിന്നെ ബൈ വരാതെ നമുക്ക് എഴുതാൻ പറ്റും. ബൈ അതിൽ വരും, പക്ഷേ അതിൽ അണ്ടർസ്റ്റുഡ് ആയിരിക്കും. ബൈ ഇല്ലെങ്കിൽ നമുക്ക് ആക്റ്റീവും പാസീവും ഏതാണെന്ന് മനസ്സിലാക്കാനാണ്. ഈ 3 കാര്യങ്ങളും കൂടെ പഠിച്ചാൽ നമുക്ക് ആക്റ്റീവും പാസീവും കംപ്ലീറ്റ് ആവും. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ടേക്ക് കെയർ.